कोशिश करने वालों को कुछ भी असंभव नहीं है। नमस्कार दोस्तों, आप सभी को कोकोनट लेडी चैनल पर स्वागत है। मैं हूं आपकी श्रीजा। आज सभी के लिए पहले ही मैं आप सभी को नए वर्ष की शुभकामनाएं देती हूं। और आज मैं आपके लिए कुछ ऐसी बातें लेके आई हूं जो आप सभी जानना चाहते हैं। और हमारे एक श्रोता ने भी यही पूछा था कि क्या आप इसका अर्थ समझा सकते हो। നമസ്കാരം കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വ്യൂവർ തന്നെ ചോദിച്ചിരുന്നു കുറച്ച് വാക്കുകൾ, ആ വാക്കുകളുടെ അർത്ഥവും അതിൻ്റെ പ്രയോഗവും ഒന്ന് പറഞ്ഞു തരുമോയെന്ന്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. तो शुरू करते हैं हमारा आज का सेक्शन. तो दोस्तों, आप सभी सुनते हैं कि हमेशा कुछ भी कोई बोलता है तो हमेशा ये शब्द आते हैं. പലപ്പോഴും എല്ലാവരും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇവരതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാറില്ല. वो कौन से शब्द हैं वो पहले देखते हैं. कि अगर मैं जाऊँ तो क्या तुम मेरे साथ आओगे? अगर मैं जा रहा हूँ तो तुम आओगे? अगर ഈ അഗർ എന്താണ്? അഗർ യാനി നമ്മൾ ഇംഗ്ലീഷിൽ പറയണ ഇഫ് ഓൺലി, ഇഫ് എന്നുള്ള അർത്ഥമാണ്. ഇഫ് എന്നുള്ള അർത്ഥമാണ് अगर मैं समय पर घर से निकलूँ तो मुझे गाड़ी मिल सकती है. अगर मैं समय से घर से निकलूँ तो गाड़ी मिल जाएगी. അല്ല, ഞാൻ സമയത്ത് ഞാൻ സമയത്ത് ഇറങ്ങുവാണെങ്കിൽ अगर मैं घर से टाइम पर निकलूँ तो मुझे गाड़ी मिल जाएगी. तो അവിടെ വേറൊരു വേർഡും ഇതായിരുന്നു. എന്താണ്? അഗറും തോയും ൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി തരുമെന്ന്. ഈ തോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും അല്ലേ? അഗർ मैं घर से टाइम से निकलूँ എങ്ങനെ പറയാം? ഇഫ് ഐ ലെഫ്റ്റ് ദ ഹോം ടൈംലി ഐ വിൽ ഗെറ്റ് ദ ബസ് അല്ലേ? ഞാൻ ടൈംലി ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ബസ് കിട്ടും. ഓക്കെ, ഈഫ് ദെൻ ഐ വിൽ ഗെറ്റ് ദ ബസ് അല്ലേ? ഈഫും ദെന്നും ആണ് അതിൻ്റെ മീനിങ്. എന്തിൻ്റെ? അഗർ എന്ന് പറഞ്ഞാൽ ഈഫ് എന്നും തോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ എന്നുമുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അഗർ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ മിക്കവാറും നമുക്ക് തോയും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അഗർ मैं जल्दी जाऊँ, अगर मैं पढ़ाई करूँ അല്ലേ? നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന അഗർ मैं പരിശ്രമം करूँ तो मुझे अच्छा फल मिलेगा അല്ലേ? ഞാൻ നന്നോണം ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? നല്ല റിസൾട്ട് കിട്ടും. तो आपको समझ में आ गया? तो അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ തോയ്ക്ക് കുറച്ചേറെ മീനിങ്സ് ഉണ്ട്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ദെൻ എന്നുള്ള മീനിങ്ങിലാണ്. तो अगला हमारा शब्द है होता അല്ലെങ്കിൽ होगा. होताയും होगയുടെയും വേർഡ് മീനിങ്സ് സെയിം ആണോ? അല്ല, രണ്ടിൻ്റെയും മീനിങ് വ്യത്യസ്തമാണ്, അതായത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഹോഗ എന്ന് പറഞ്ഞാൽ വിൽ ബി എന്നുള്ള മീനിങ് ആണ്. അതായത് ആയിരിക്കും നമ്മൾ പറയില്ലേ, वो खाना खा रहा होगा, അവൻ കഴിക്കുകയായിരിക്കും, അവൻ ഭക്ഷണം കഴിക്കുകയായിരിക്കും. ഹോഗ അല്ലേ? ഈ ഹോഗ എന്നുള്ളത് ഹോഗ എന്ന് മാത്രമല്ല, അത് പുല്ലിംഗാണെങ്കിൽ ഹോഗ എന്ന് പറയും, സ്ത്രീലിംഗത്തിൽ പറയുമ്പോൾ ഹോഗി എന്ന് പറയും. ഇനി ബഹുവചനത്തിൽ പറയുമ്പോൾ ഹോഗേ എന്ന് പറയും. വോ ഖേൽ രഹേ ഹോങ്കേ വേ, അതായത് അവർ കളിക്കുമായിരിക്കും. വേ ഖേൽ രഹേ ഹോങ്കേ. അല്ലെങ്കിൽ ഇനി ഒരു പെൺകുട്ടിയുടെ കാര്യം നമ്മൾ അല്ലെ സ്ത്രീലിംഗത്തിൽ പറയുകയാണെങ്കിൽ രാധ ഖേൽ രഹി ഹോഗി അല്ലേ? ഹോഗി എന്ന് പറയും. രാധയുടെ കാര്യം പറഞ്ഞാണ് അവിടെ എൻഡിങ്ങിൽ ഹോഗി എന്ന് പറഞ്ഞു. രാമു ഖാന ഖാ രഹാ ഹോഗ, രാമു ഭക്ഷണം കഴിക്കുകയായിരിക്കും. ഹോഗ. അപ്പോൾ ഹോഗ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആയിരിക്കും എന്നുള്ള മീനിങ് ആണ് ഹോഗ എന്നുള്ള വേർഡിന് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹോത്ത എന്താണെന്ന് നോക്കാം. ഹോത്ത എന്താണ്? ഹോത്തായും ഹോഗായും സെയിം അല്ല എന്താണെങ്കിലും. അപ്പോൾ ഹോത്ത എന്ന് പറയുന്നത് ഈസ്, അല്ലെങ്കിൽ അത് നമ്മളൊരു കാര്യം പറഞ്ഞു വെക്കുകയാണ്, അതങ്ങനെയാണ് എന്ന് ഹോത്ത. അപ്പം നമ്മൾ പറയല്ലേ സാധാരണ തമാശയ്ക്ക് ഇങ്ങനെ ഒരു വേർഡിങ്സ് പറയാറുണ്ട്. बड़े बड़े शहरों में छोटे छोटे बातें होते रहते हैं അല്ലേ? होते रहते हैं. വലിയൊരു ലോകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള കാര്യം നമ്മളിങ്ങനെ ഒരു വേർഡിങ് പറയാറുണ്ട്.
അപ്പോൾ ഈ ഹോത്ത എന്ന് പറയുന്നത് നമ്മൾ എന്തിനെങ്കിലും ഒന്ന് സമർത്ഥൻ കർണ എന്ന് പറയും. എന്തെങ്കിലും ആണെന്ന് പറഞ്ഞു വെക്കുന്നതിനെയാണ് ഹോത്ത എന്ന് പറയുന്നത്. ഇപ്പം ആകാശ് കാ രംഗ് നീല ഹോത്ത ഹെ, ആകാശത്തിൻ്റെ നിറം നീലയാണ്. ഈസ് എന്നുള്ള മീനിങ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹോത്ത എന്നതിൻ്റെ മീനിങ് ഈസ് എന്നുള്ള മീനിങ് ആണ് അല്ലേ. ആകാശ് കാ രംഗ് നീല ഹോത്ത ഹെ അല്ലേ. ദ കളർ ഓഫ് ദ സ്കൈ ഈസ് ബ്ലൂ ഇൻ കളർ. ഈസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഒരു കോട്ടിങ് പറഞ്ഞു വെക്കുന്നതിനാണ് ഹോത്ത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹോത്ത, ഹോഗ, തോ, അഗറിൻ്റെയൊക്കെ മീനിങ് മനസ്സിലായില്ലേ? അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. आशा करती हूँ कि आप सभी को ये सेक्शन बहुत उपकारी रहा होगा, आप सभी को समझ में आ गया होगा. तो अगले एक अच्छे सेक्शन में मिलने तक सबके लिए सबसे अलविदा.